മീനെ നന്നായിട്ട് കഴുകി വെച്ചേക്കണേ. അപ്പം നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് ഇത്തിരി ചാറൊക്കെ കോരി ഒഴിപ്പിച്ച് കുളിപ്പിക്കാം. കുളിപ്പിക്കും മീനിനാ എങ്ങനെയാണോ കുളിക്കണോ? അങ്ങനെ കുളിക്കുക. അപ്പം അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇളകിപ്പോരും അത്. നമ്മുടെ ഇനി മീനിൻ്റെ മൽപ്പിടുത്തം ഉണ്ടോ? മീൻ പിടിച്ചിട്ട് ഇത്തിരി തന്നാൽ മതി. ആ അപ്പം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. പൊട്ടല്ലേ ചെറുതായിട്ടൊന്ന് പൊട്ടി അതിൻ്റെ ചാറിന് മേലേക്ക്. മുല്ലപ്പന്തലിലൊക്കെ ഇങ്ങനെ തന്നെ തരുന്നത്. ആ ചാറെല്ലാം നിങ്ങൾ കഴിക്കാല. കുറച്ച് ഒഴിക്കട്ടെ, ഇത്തിരി സ്വല്പം ചാറ്. എനിക്ക് ചാരത്തിന് കൂടുതൽ വേണം. കണ്ട അല്ലെങ്കിൽ ആണെങ്കിൽ ചാറ് കൂടുതൽ വേണം. അങ്ങനെയൊന്നുമില്ല. പിന്നെ അവരെല്ലാം മണിക്ക് വേണത് വേണ്ട. നല്ല അടിപൊളി അയില. ഇനി നീ കഴിക്കുക. തിന്നോക്ക് ഇത്തിരി ചൂടുണ്ടണ്ട. അങ്ങനെയുണ്ട് വേണ്ട. നല്ലോണം പുളി പിടിച്ചിട്ടുണ്ട്. നോക്കിയേ പൊക്കത്തേക്കിട്ട് ചോറും വേണ്ട. പിന്നെ തരക്കറി ഉണ്ട് പറയാം. എൻ്റെ വീടിൻ്റെ അടുത്ത് സൗദി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് മീൻ മേടിക്കണത്. അവിടെ തട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 2 പിലോപ്പിയ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് മേടിച്ച ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അതിനെ ക്ലീൻ ചെയ്ത് തരും. പിലോപ്പിയ മാത്രമല്ല കേട്ടോ, ഇവിടുന്ന് മേടിക്കുന്ന എന്ത് മീനും ഇപ്പോൾ കൊഴുവ മേടിച്ചാൽ പോലും ഇവിടുന്ന് ക്ലീൻ ചെയ്ത് തരും. ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെത്തി എടുക്കലാണ്. കരിമീനും പിലോപ്പിയും ഇങ്ങനെയുള്ള മീനൊക്കെ ചെതമ്പിൽ ചെത്തിക്കളി നല്ല ക്ലിയർ ആയിക്കോളും. ഉളുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഈ വീഡിയോ കാണുന്ന വലിപ്പമല്ല കേട്ടോ, നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. 1 കിലോ ഉണ്ടായിരുന്നു 2 എണ്ണം കൂടി. അപ്പോൾ ഒരെണ്ണം മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം 3ആയിട്ട് നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാകെ 200 രൂപയുള്ള കേട്ടോ. നല്ല ഫ്രഷ് മീനാണ് വീട്ടിൽ കൊണ്ടേ കൊടുക്കുക. ബെനീഷ് ഉച്ച ഭക്ഷണത്തിൽ കറി വെക്കാനായിട്ട് കൊണ്ടുവന്ന് വെക്കണം പിലോപ്പി ആണെങ്കിൽ നല്ല പിലോപ്പിയാണ്. നല്ല കനമുണ്ട്. കൂടാതെ അവർ വെട്ടിത്തേഴ്ചയിൽ നല്ല വാസനക്ക് വെടിപ്പായി തന്ന് നമുക്ക് എങ്ങനെ വെക്കണമെന്ന് നമുക്ക് കാണാം. എന്താ ചെയ്യാമത്? തിളപ്പിക്കാൻ പോകണേ. കൊച്ചിക്കാരെ തിളപ്പിക്കൽ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ടല്ലേ? തിളപ്പിക്കുന്നതാണ് നല്ലത്. ഒരിച്ചൊക്കെ വരുമ്പോഴുണ്ട് 200 രൂപ കിട്ടിയാൽ 200 രൂപ വളരെയേറെ മെച്ചമാണ്. സൗദിന്ന് മേടിച്ചത്. സൗദിന്ന് അവര് ക്ലീൻ ചെയ്ത് തന്നു. വെച്ചാൽ നമുക്ക് വെക്കാം. ഈ ചട്ടി നമ്മുടെ നിലമ്പൂർ ചട്ടിയാണ്. നല്ല ചട്ടിയാണ് കേട്ടോ. എല്ലാവരും അവിടെ പോയി വാങ്ങിക്കുക. നല്ല ചട്ടിയാണ്, പെട്ടെന്ന് ചൂടുമാകും. നല്ല ഉള്ളിച്ചട്ടി പോലത്തെ ഒരു ചട്ടിയാണ്. കറച്ചട്ടിയിലാണ്ട് വെക്കണം. അപ്പോൾ ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നിലമ്പൂർ ചട്ടിയേ നമ്മൾ എറണാകുളത്ത് വന്നപ്പോൾ ഞങ്ങൾ മേടിച്ചതാ. അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒന്ന് എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടില്ല. എണ്ണ ചൂടായി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണത് ഇടാം. ചെറിയ ഉള്ളിയാണ് പൊളിച്ച് വെച്ചേക്കണത്. ചെറിയ ഉള്ളിയാണ് മീനിന് നല്ലത് എപ്പോഴും. അതുപോലെ തന്നെ ചെമ്മീത്തിനും നല്ലത് ചെറുള്ളിയാണ്. ഉള്ളിയുടെ കൂടെ പച്ചമുളക് കൊണ്ടല്ല. അതിപ്പോൾ കുഴപ്പമില്ല. അതൊക്കെ സെപ്പറേറ്റ് ഇടാനുള്ളതാണ്. അതൊന്ന് അല്ല മുരിഞ്ഞു തന്നെ. അതൊന്ന് മതിയേട്ടാ. ചിമ്മിട്ടം പിലോപ്പിയാണ് ഉണ്ടാ. പിലോപ്പിയ ആ മീനിൽ നല്ല വില വെടിപ്പാക്കി കഴുകി തന്നിട്ടുണ്ട്. അങ്ങനെ കഴുകി തന്നൊക്കെ നല്ല ലാഭമാണ് കേട്ടോ. അവർക്ക് അടുക്കെ പോകുമ്പോഴേ സമയം ഉണ്ടെങ്കിൽ അവർക്ക് വരെ ചായ വാങ്ങിച്ചോണ്ട് ഇത്രയും വെടിപ്പാക്കി തന്നില്ല. ചേച്ചിമാരാമച്ചി ഇവിടെ അവിടെ ഉള്ളത്. ചേച്ചിമാരായും തരും 2 ചായ പറ്റിച്ച് അവർക്ക് കൊടുക്കണം. അപ്പൊ അവര് വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സന്തോഷം അറിയിച്ചോ മീൻ തന്നെ. നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ ആ സന്തോഷം നിങ്ങൾ അറിയിക്കണം കേട്ടോ. ബെനീഷ് വന്നാലേ ചായ മേടിച്ചാൽ നിങ്ങൾ കുടിക്കാതിരിക്കരുത് കേട്ടോ. മീൻ തന്ന ആൾക്കാർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കണമെന്ന് അമ്മച്ചി പറയണത്. സൗദി പള്ളിയുടെ തൊട്ടപ്പുറത്ത് നിന്നുള്ള തട്ടിന്നാണ് മേടിച്ചത്. ഒരു ഫാമിലി ആയിട്ട് ഇന്ന് നടത്തുന്നതാ. കൊഴുവ മേടിച്ചാൽ പോലും ഒരു കിള്ളിത്തരും, ചാള വെട്ടിത്തരും. ചെറിയ മീനൊന്നും സ്ഥലത്ത് പെട്ടൂല. 1/2 കിലോ കൊഴുവ മേടിച്ചാൽ പോലും പെട്ടു. മതി. മുരിഞ്ഞിട്ടില്ല. ക്ഷമ വേണം അല്ലേ? ക്ഷമ വേണം. എനിക്കില്ലാത്തത് നിനക്കൊക്കെ ഇല്ലാത്ത എനിക്കുണ്ട്. ഏത് കറി വെക്കണമെങ്കിലും മുളക് പൊടി മല്ലിയുള്ള ക്ഷമ വേണം. പിന്നെ ഞാൻ ഒരു മണി ചേമ്പണ്ട് അവലോസൊടി വിളക്കണം. അത് കുറച്ച് പണിയുണ്ട്. തേങ്ങ മകൾ ചെണ്ടി തന്നെ. അത് 2 തേങ്ങ കൊണ്ട് ചെണ്ടി തന്നെ.
അപ്പം മുരിഞ്ഞിട്ടുണ്ട് അടുത്ത സാധനം ഇടാം അല്ലേ എം ജി? ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി അരിഞ്ഞതും കൂടിയാണ് ഇപ്പം ഇടാൻ പോകുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി വേപ്പിലയും കൂടി ചതച്ചതാണ് കേട്ടോ. മിക്കാറ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വേപ്പില കഴിക്കൊന്നും പാടില്ല, വെയിറ്റ് കാലിയായിരിക്കണം. ഇപ്പോഴത്തെ കഞ്ഞി നമ്മൾ എന്താ പറയുക ചരിച്ചിട്ടുണ്ട്. ചാര ചരിച്ച വെള്ളം കാലത്ത് തൊട്ട് ചാര പണിയാണ്. താര രാവിലെ 8 മണിക്ക് അടുക്കള കയറി ഇപ്പോഴാണ് ഇത് പോയത്. ചാര ചെയ്യുമ്പോൾ ഞാൻ വന്ന് അത് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നിട്ട് ഞാൻ വരില്ല. ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ചെയ്യണതിന് മടിയുമില്ല. താര വെച്ച കറികൾ കാണിച്ചു തരാം. ഇത് കൊഴുവ പീരോദിക്കത്, അത് ശരിയാവില്ല വന്ന. ഇത് മറ്റേ ഇത് തോരനാണ്, അച്ചിങ്ങ. ഇതിടാ നമ്മളാ കാശ്മീരി പൊടി ഇടാൻ നമുക്ക് കുറച്ചും കൂടി കുറച്ച് കളർ തന്നോട്ടാ. അത് മതി. മതി, ഞാനിപ്പോഴും ഇത്തിരി കൂടുതലിടാൻ നോക്കും. കണക്കണ്ടല്ലേ അതിനൊക്കെ. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, സാദാ മുളക്, എന്ത് മീൻ തിളപ്പിക്കണ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് മുരിഞ്ഞു വഞ്ഞു അല്ലേ? വെളുത്തുള്ളിട മൊരി ആകുമ്പോഴത്തേക്ക് വെളുത്തുള്ളിട മത്ത് മണം പോകരുത്. ഈ സൈഡിലേക്ക് ഇരിക്കണം ഈ അറ്റത്ത്. ആ നല്ല മണം. കുറച്ചേ ഉള്ളൂ ഇടുള്ളൂ ആദ്യം. കമ്മിച്ചിരി ചെറിയ ടെക്നിക്കാണ് അതിൽ. വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ച് അത് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് വേപ്പില അതുപോലെ അരിഞ്ഞ് വേണം ഇടാൻ. ഭക്ഷണം കഴിക്കുമ്പോൾ മിക്കവാറും വെയിറ്റ് കാര്യമായിരിക്കും. പേസ്റ്റ് പോലെ ആയിരിക്കാൻ വേണ്ടി എല്ലാം ചെറുതായിട്ട് അരിയണത്. വേപ്പിലൊക്കെ അരിഞ്ഞാലുള്ളൂ. ഉള്ളു പാത്രം കളയുക. ഉപ്പിട്ടിട്ടില്ല കേട്ടാ, ഉപ്പിട്ടിട്ടില്ല, പുളി ഇട്ടിട്ടില്ല, പച്ചമുളക് ഇടാനുണ്ട്. പച്ചമുളക് 2 മതി, അത്ര മെന്നി. ഇല്ലെങ്കിൽ പച്ചമുളകിൻ്റെ കുത്തൽ മുന്നിൽ വെക്കും. ചുളക് 2 മതി, ഇട്ടിട്ടില്ല. കഞ്ഞിയെടുത്ത് മാറ്റണം. കല്ലുപ്പ് ആവശ്യത്തിന്. ആവശ്യത്തിന് കല്ലുപ്പാണ് കൂടുതലും നമുക്ക് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് ഉപയോഗിച്ചാൽ വയറും നല്ലതാണ്. പച്ചമുളക് ഇട്ടില്ല. പച്ചമുളക് ഇടുക. അതുപോലെ നാരങ്ങ വെള്ളം കലക്കി കുടിക്കാൻ നേരത്തെ കല്ലുപ്പ് ഇടുക. കുടംപുളിയാണ്ട് ഉപയോഗിക്കണം. നമുക്കിപ്പോൾ പച്ചമുളക് ഇടാം. പച്ചമുളകിന് പച്ചമുളക് എന്ന് വിളിക്കുന്നത് എന്താ ചെയ്യും? അപ്പം പച്ച കളറായതുകൊണ്ട് പുളി ഇടാനായ പുളിയിടാൻ തിളച്ചക്കട്ടെ. തിളക്കട്ടെ. തിളച്ച് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. എന്തെന്ന് പറഞ്ഞാൽ ആ പുളീനാ കറുക്കപ്പുളി എന്ന് പറയാം, വാട്ടുപുളി എന്ന് പറയാം, കുടംപുളി എന്നും പറയാം. കറുക്കപ്പുളിയാ? ആ കറുത്തപ്പുളി ആയിട്ട് കറുക്കപ്പുളി. ഓട്ടുപുളി എന്ന് പറയും, കുടംപുളി. കുടംപുളി കുറച്ചും കൂടി ചാറ് വേണോ എല്ലാം ചെയ്യും. ആ ഇടാം. എനിക്ക് തീർച്ചയാണേ കഴിച്ചിട്ട് വേണം എനിക്ക് പോവാൻ. കഴിച്ചിട്ട് പോയിക്കോ. ഇതിന് വർഷകാലം ആയതുകൊണ്ട് കാലി മേടിച്ച് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ നന്നായിരിക്കും. എന്ത് കാലി? എരിമ്പട കാലി. പോത്തിൻ്റെ. അപ്പം നിനക്കത് പറ്റിയല്ല. മീനിടാറായോ അമ്മച്ചി? മീനിടാറായി. ചട്ടി ഇത്തിരി ചെറുതാ ഇതല്ല. മീനേ നന്നായിട്ട് കഴുകി വെച്ചേക്കരുത്. അപ്പം നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് ഇത്തിരി
ചാറൊക്കെ കോരി ഒഴിപ്പിച്ച് കുളിപ്പിക്കാം. കുളിപ്പിക്കും മീനിനെ. നമുക്കിത് ഇവിടെ കിടക്കട്ടെ. കുളിപ്പിച്ചാ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ മാറ്റി വെള്ളം ഒഴിക്കും, പിന്നെ ഒഴിക്കാം. ഇങ്ങനെ 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 തലയിലൊക്കെ കോരി ഒഴിക്കുക. ഒരെണ്ണം വറുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ വറുക്കാം. ഞാൻ കോരി വയ്ക്കും. മറ്റു മൂടിപ്പാത്രം എടുത്തു മറിച്ചിട്, ഇങ്ങനെ മറിച്ചിട്. വാവ്, ഇത് ചാറിപ്പത്തി കുറച്ച് വെച്ചാണ്. ഇപ്പം ഇനി തിളച്ച് വരുമ്പോൾ മീനിൻ്റെ വെള്ളം ഇറങ്ങും. അപ്പോൾ നല്ല ചാറായിക്കോളൂ. മറിച്ചിട്ടേ ഇതാ. ആ, പൊടിക്കും ചെയ്യും. അതുകൊണ്ട് മറിക്കണ്ടേ ഇവനെ. ഇത് മറിക്കാൻ പറ്റും. ഇത് മറിച്ചാൽ കൊള്ളാം. അവനിപ്പോൾ മറിക്കണ്ട, എന്നിട്ട് മറിക്കാം. പൊടിഞ്ഞു കാലമായതുകൊണ്ട് പൊടിഞ്ഞു. അതെ, മുടിക്കും. പൊടിക്കുള്ളൂ മുടിക്കും അല്ലേ? മതിയല്ലേ? ആ, അപ്പോൾ അല്ലേ മീൻ സെറ്റായി വരട്ടെ. വെച്ച് മൂന്ന് വേകട്ടെ. കുറച്ച് വേവുണ്ട് മീനിന്. വിശക്കാൻ തുടങ്ങി. മണി ഇപ്പോൾ 2:30 കഴിഞ്ഞ്. അതിനെന്താണ്? അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറും കൂട്ടി തട്ടുണ്ട്. കറി ഉണ്ടല്ലോ കഴിക്കാൻ. പിന്നെ അമ്മച്ചി മീൻ കൂട്ടി കഴിച്ചാൽ മതി കേട്ടാ. എനിക്കിപ്പോൾ തൽക്കാലം ഇത്തിരി കഴിഞ്ഞിട്ട് മതി. കുട്ടി കഴിഞ്ഞിട്ട് മതിയോ? നിങ്ങൾ കഴിക്കും. ബനീഷേ ഒന്ന് തുറന്നു വെച്ചിട്ട് ചൈ ഇളക്കപ്പെടും. കുലിക്ക് ഇളക്കണം കേട്ടോ. എന്താണ് കുലിക്ക് ഇങ്ങനെ ഇളക്കി വെച്ച് ഒന്ന് കുലിക്ക്. ചട്ടിൻ്റെ കൊട്ടം പടക്കാട്ടും കുലിക്കണം. ഒരു തടയും കൂടെ എടുത്തേ. കഴിക്കല, ആ കഴിക്കല എടുത്തേ. അത് തന്നെ കഴിക്കല ഇത്തിരി ഇതാണ്. ഇങ്ങനെയാണോ? കുളിക്കണോ? അങ്ങനെ കുളിക്കുക. അപ്പോൾ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇളകിപ്പോരും അത്. ചെറിയ അടിയാണേ, അതുകൊണ്ടാ. അപ്പോൾ ഇന്ന് പറ്റട്ട. ഞാൻ വേപ്പിലുണ്ടായാലും വേപ്പിലിട്ടല്ലേ, ചതച്ചിട്ടല്ല. എന്നാലും ഇത്തിരി ഇടുന്ന എന്നാലും തുറക്കുമ്പോഴൊരു മണം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പിലോപ്പി തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നല്ല മഴയത്ത് പിലോപ്പി തിളപ്പിച്ചതും ചോറും കൂടി കഴിക്കാൻ വേണ്ടി പോകണേ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എറണാകുളത്തൊക്കെ പോകാൻ. രാവിലെ ഒന്ന് പോയിട്ട് വന്നിട്ട് ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൗദിപ്പള്ളിയുടെ അടുത്ത് പോയിട്ട് മീൻ മേടിച്ചതാണ്. നമ്മൾ ക്യാമറ പിടിക്കണ ആരാമിച്ച് ഇളയ മകള് താര. നമ്മുടെ വീട്ടിൽ ആ മക്കൾ കെട്ടിക്കൊണ്ട് തന്നെയാണ് മകളെന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്വന്തം മകള് അന്യ കുടുംബത്തിൽ കെട്ടിപ്പോകും. അപ്പോൾ അത് അന്യ മോള്. ഇതാണ് വീട്ടിൽ കൊണ്ടുപോകുന്ന സ്വന്തം മോള്. അന്യമോളാ? ആ അന്യതടുത്തായിട്ടുള്ള മോളത് മകളാണ്. അന്നോട് പിന്നെ അവള് വന്നിട്ട് ഇനി അമ്മച്ചി വഴക്ക് പറയട്ടെ, അന്യമോളെന്ന് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ അമ്മച്ചി വെറുതെ പറയണതാണ് കേട്ടാ. നമ്മുടെ ഇത് കണ്ട അല്ല എല്ലാവരും പോകാറില്ലാതെ പറയുന്നത്. നോക്കിയേ, വാവ്, സൂപ്പർ. അല്ലെങ്കിലും അപ്പോൾ ഇത് പിലോപ്പി തിളപ്പിച്ചത് ചാറ് കണ്ടോ, നല്ല റെഡ് ചാറ. ചോറ് വിളമ്പട്ടാ ആദ്യം. ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. ആ മതി മതി, പിന്നെ വേണമെങ്കിൽ തിന്നാം. ചോദിച്ചുള്ളവരെ പോലെ ചോദിച്ചോളെ പോലെ പിന്നെ കഴിക്കുക. അതെന്താണ് അത്ര എടുക്കുന്നത്? അപ്പോൾ നമ്മുടെ ഇനി മീനിൻ്റെ മൽപ്പിടുത്തം ഉണ്ടോ? നീ പിടിച്ചിട്ട് ഇത്തിരി തന്നാൽ മതി. ആ, അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. പൊട്ടല്ലേ പൊട്ടല്ലേ പൊട്ടല്ലേ. ചെറുതായിട്ടൊന്ന് പൊട്ടി അതിൻ്റെ ചാറിൻ്റെ മേലേക്ക് വയ്ക്കുക. ആഹാ, കുറച്ചും കൂടി കുളിപ്പിക്കണം. ഷാപ്പിലെ കറി പോലെ ഉണ്ട് കേട്ടോ അമ്മ ചെയ്ത്. മുല്ലപ്പന്തലിലൊക്കെ ഇങ്ങനെ തന്നെ തരുന്നത്. ആ ചാറെല്ലാം നിങ്ങൾ കഴിക്കാല. കുറച്ച് വയ്ക്കട്ടെ, ഇത്തിരി സ്വല്പം ചാറ്. എനിക്ക് ചാരത്തിന് കൂടുതൽ വേണം. ഇതണ്ട, അല്ലെങ്കിൽ ആണെങ്കിൽ ചാറ് കൂടുതൽ വേണം. എന്താ അങ്ങനെയൊന്നുമില്ല. പിന്നെ അവരെല്ലാം പണിക്ക് വേണത്. ഇതണ്ട, ഊതണം ഇനി. ഇത് നോക്കിയാ, ആണുങ്ങൾക്ക് ചോറെടുക്കുമ്പോൾ എല്ലാവരും അറിയാം. നടുക്ക് 2 കുത്തുകുത്തിയിട്ട് വേണം ചോറെടുക്കാൻ. അവർ കഷ്ടപ്പെട്ട് വെയിലത്ത് പണിക്ക് പോകണേ. അവർ കൊണ്ടുവന്ന് തന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല അടിപൊളി അയില. ഇനി നീ കഴിക്കുക. തിന്നോക്കി ഇത്തിരി ചൂടുണ്ടാ. അങ്ങനെയുണ്ട്. എനിക്ക് കൈയിട്ടിട്ടേ ഭയങ്കര ചൂട്. ഞാൻ കയ്യിലിട്ട് പിടിക്കാൻ വേണ്ട. ഇതണ്ട, നല്ലോണം പുളി പിടിച്ചിട്ടുണ്ട്. നോക്കിയേ, പൊക്കത്തേക്കിട്ട്
ഇത്തിരി ചാറിയാൻ മേലേക്ക് ഒന്ന് വേണ്ട. നല്ല മഴയത്ത് പിലോപ്പി തിളപ്പിച്ചതും ചോറും വേണ്ട. പിന്നെ തലക്കറി ഉണ്ട് പറയാം. നല്ല കൂട്, നല്ല പൊടി, നല്ല ഫ്രഷ് മീനാണ്ടല്ലോ, വൈറ്റ് കളറാണ്. ആ അല്ലേ? നല്ല മീന. ഇതുണ്ട പിന്നീടല്ലേ മണവാട്ടിനെ പോലെ ഇരിക്കാതെ കഴിക്ക്. കഴിഞ്ഞ് താരയും കൂടെ വന്നിട്ട് നമുക്ക് കഴിക്കുള്ളൂ. അതാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. താര പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊഴുവ പീരിട്ട് വെച്ചിട്ടുണ്ട്, കൊഴുവ വറുത്തിട്ടുണ്ട്. പിലോപ്പി താര കഴിക്കൂല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ക്യാമറമാൻ താരയ്ക്കൊപ്പം ഞങ്ങളും. ക്യാമറമാൻ താരയ്ക്കൊപ്പം ഞങ്ങളും ഉണ്ട് കേട്ടോ.